യൂണിവേഴ്സിറ്റി മോശമാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 9ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞത് അങ്ങാണ്, അത് ദേശീയ തലത്തിലാണ്. അങ്ങ് പറഞ്ഞ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണെന്നാണ്. മാർക്ക് വിതരണവുമായി ബന്ധപ്പെട്ടും മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ്. അതിലിപ്പോഴും യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ശുപാർശ ചെയ്തിരുന്നു എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. എന്റെ ഭാവം മാറുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോണ്ടോ? മാറ്റാമായിരുന്നില്ലെന്നാണ് കോടതി ചോദിച്ചത്. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. വലിയ കോടതി ആവണ്ട. വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ 2011 മുതൽ ഒരു പ്രത്യേക ഫോർമുലയാണ് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 14 വർഷമായി ഇത്തരത്തിൽ CBSE കുട്ടിക്ക് ഒരേ മാർക്കാണെങ്കിൽ പോലും സമീകരണത്തിന്റെ ഭാഗമായി ഉയർന്ന മാർക്കായി പരിഗണിക്കപ്പെടുകയും സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് അതേ തുല്യ മാർക്ക് കിട്ടിയാലും സമീകരണത്തിന്റെ ഭാഗമായി മാർക്ക് താഴേക്ക് പോകുന്ന ഒരു വിവേചനമുണ്ട്. ആ വിവേചനം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ വിഷയം ഇന്നലെ അടക്കം അതിനു മുൻപും ഈ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നപ്പോഴൊക്കെ സിംഗിൾ ബെഞ്ചിലേക്ക് പോയപ്പോഴും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ ആ പ്ലാൻ പൊളിഞ്ഞല്ലോ, അത് കോടതി അംഗീകരിച്ചില്ലല്ലോ. ആ പ്ലാൻ പ്രകാരം അത് നടക്കാതെ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് എന്ത് പറയും എന്നാണ് ചോദിച്ചത്. അവരോട് എന്ത് പറയും എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടി മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് നിങ്ങളോട് പറയേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആര് എപ്പോ എങ്ങനെ പറയും? ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മറുപടി കൊടുക്കും? താങ്കളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിന്റെ പ്രോസ്പെക്ടസ് വന്നത് 19/2-നാണ്, ഫെബ്രുവരി 19-നാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 10/3-ആണ്, മാർച്ച് 10-ആണ്. അതിനൊന്നും ഇല്ലേ? എക്സാമിനേഷൻ നടന്നത് ഏപ്രിൽ മാസം 23 മുതൽ 29 വരെയുള്ള തീയതികളിലാണ്. അതിനുശേഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കൃത്യമായി ജൂലൈ മാസം 1-ാം തീയതിയാണ്. അതിന് 1 മണിക്കൂർ മുമ്പ്, പബ്ലിഷ് ചെയ്യുന്ന ടൈമിന് 1 മണിക്കൂർ മുമ്പാണ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത്. ഏതെങ്കിലും തരത്തിൽ ഈ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് ഇച്ചറോടെ നന്നായി പഠിച്ചേനെ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് ചെറിയ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് കോടതി അംഗീകരിച്ചില്ല എന്ന് വെച്ചാൽ ഒരു കുട്ടിയെയും ബാധിക്കുന്നില്ല. കാരണം കുട്ടികൾ പരീക്ഷ എഴുതി 2 മാസം മുമ്പാണ്. ആ പരീക്ഷ എഴുതുമ്പോൾ പഴയ മാനദണ്ഡമാണ്. പഴയ മാനദണ്ഡം തന്നെയാണ് പ്രോസ്പെക്ടസിലുള്ളത്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒറ്റ മണിക്കൂർ കൊണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും പഴയ മാനദണ്ഡ അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഒരു കുട്ടിയെയും ബാധിക്കുന്നില്ല. ഫസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് വന്നു, അത് വന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ കോളേജ് നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന് കഴിയുമ്പം ഒരു 7 ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പം അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഷോക്കായി പോയത്. അത്രയും ദിവസത്തിനുള്ളിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഓരോ കോളേജിന്റെ എടുത്ത് നോക്കി അപ്പൊ ഇത് ഈ കോളേജ് കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇല്ലാതെ പെട്ടെന്ന് ഒരു റാങ്ക് ലിസ്റ്റ്, വേറൊരു റാങ്ക് ലിസ്റ്റ് ഇന്നലെ വന്നപ്പോ അത് ഭയങ്കര ഷോക്കായിരുന്നു. 2 വർഷത്തോളം എടുത്ത് പഠിച്ച് സമിതി രൂപീകരിച്ച് അവരുടെ ശുപാർശ പ്രകാരമാണ് ഈ പറയുന്ന സ്കോർ നോർമലൈസേഷനുമായി ബന്ധപ്പെട്ട തീരുമാനവും അനുവാദവും ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഈ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മുതൽ ഇങ്ങോട്ടുള്ള ചെറിയ കാലയളവിനുള്ളിൽ ഈ പഠനം പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പഠനത്തിന് ആധാരമായി സ്വീകരിച്ച മാർഗങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയണ്ടേ? ഉത്തരം പറ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പ്രൊഫസറാണെന്നും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്നു എന്നും ദീർഘകാലം കോളേജിൽ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപികയായിരുന്നു എന്നൊക്കെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഡബിൾ MA ഉള്ളയാളാണ്. അപ്പോ ആക്ഷേപഹാസ്യത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ആക്ഷേപിക്കുന്ന വലിയ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രതിനിധികളും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 50:50 എന്ന നിലയ്ക്ക് ഇത് പരിഗണിച്ച് വന്നപ്പോൾ അതിലൊരു പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കി MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ, അല്ലേ?
അപ്പോഴാണ് ഈ പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നതും അതിൽ പഠനം ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും സ്കോർ നോർമലൈസേഷന് വേണ്ടി ഉള്ള പുതിയ പ്രക്രിയ ഉണ്ടാക്കുകയും ചെയ്തത്. 2011 അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിഷ്യേറ്റീവ് എടുക്കുന്ന LDF സർക്കാരിന്റെ കാലത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും താങ്കളുടെ മനസ്സിലാക്കൽ തെറ്റാണ്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നോംസ് ഒക്കെ കൊണ്ടുവന്നത് UDFന്റെ കാലത്ത് തന്നെയാണ്. ഇപ്പൊ LDF എന്ത് കൊണ്ടുവന്നാലും അത് വലിയ പ്രശ്നം. അത് UDF ആണ് കൊണ്ടുവന്നെങ്കിൽ അത് വലിയ പച്ച പരിഷ്കാരം. പിന്നെ നാണക്കെടുത്തി. ഇപ്പോൾ വന്നു നിന്നത് അവിടെയല്ല. ഈ കമ്മിറ്റി രൂപീകരിച്ചത് LDF സർക്കാരിന്റെ കാലത്താണോ UDF സർക്കാരിന്റെ കാലത്താണോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. UDF സർക്കാരിന്റെ കാലത്താണെന്ന് അങ്ങേ കുറച്ച് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് ഞാൻ ജ്യോതികുമാർ ചാമക്കാലോട് ചോദിക്കും. നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഞാൻ അങ്ങക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് കേരള യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത ഈ രാജ്യത്തെ 9ാം റാങ്കാണ് സർവകലാശാലകളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്കിന്റെ കോപ്പി അങ്ങ് അയച്ചിട്ടുണ്ട്. പുഷും പുള്ളല്ലേ അവന്റെ പണി. തള്ളേ താങ്കൾ ഏതോ ഒരു പരാമർശം 300 എന്ന് പറഞ്ഞു. ഈ 13 സർവകലാശാലകൾ ഈ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 13 സർവകലാശാലകൾ ആഗോള തലത്തിലുള്ളതാണ്. നമ്മൾ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഈ നാഷണൽ തലത്തിലല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്കിന് കീഴിൽ വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. അതിനോട് പ്രസക്തിയില്ല. അത് ആഗോള തലത്തിൽ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിരിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇവൻ നമ്മൾ നാണം കെടുത്തുന്നോണ കേട്ടാ. അല്ല അത് നോക്കി. രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ 9ാം സ്ഥാനം ഈ കൊച്ചു കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയത് വലിയ കുറവായിട്ടാണോ നിങ്ങൾ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്? അങ്ങ് ആഗോള തലത്തിലെ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് QS റാങ്കിംഗ് എന്ന് പറയുന്ന ആഗോള റാങ്കിംഗ് ആണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങ് ഇപ്പോൾ പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മുടെ രാജ്യത്തിൽ 9ാം സ്ഥാനം, നമ്മുടെ രാജ്യത്തിൽ പോലും 9ാം സ്ഥാനം. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന പോലും ഉണ്ടല്ലോ, അതാണ് അവിടെയാണ് പ്രശ്നം. 2620 കുട്ടികൾ ഈ ലോക രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നു എന്ന് പറയുന്നത്. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ ചിത്രീകരിക്കാനൊന്നും നോക്കണ്ട. ഇന്ത്യയിൽ 9ാം റാങ്കിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആഗോള തലത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ QS റാങ്കിംഗ് എന്ന് പറഞ്ഞത് നിർത്തി പറയൂ. എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. കേരള യൂണിവേഴ്സിറ്റി മോശമാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 9ാം റാങ്കിംഗ് എന്ന് പറഞ്ഞത് അങ്ങാണ്. അത് ദേശീയ തലത്തിലാണ്. അങ്ങ് പറഞ്ഞ അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണെന്നാണ്. അപ്പോഴാണ് QS റാങ്കിംഗ് ഇതാണ് റാങ്ക് എന്ന് പറഞ്ഞത്. അങ്ങ് ദേശീയ തലമെന്നല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിയിട്ടാ